ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ അബിയ മേരി ജൂലിയസ്, ആലുവ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് CSI സഭാംഗമാണ്. ജേണി ത്രൂ സാംസിന്റെ 118 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 71 സങ്കീർത്തനം 1 മുതൽ 9 വരെയാണ്. നമുക്ക് പ്രായമേറുന്തോറും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രായമാകുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ട അനേകം പ്രശ്നങ്ങളെ നേരിടുവാനും അവയെ പരിഹരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ശരീരത്തിന്റെ ബലഹീനത എന്ന പ്രശ്നം എടുക്കാം. ഇതാണ് 9 വാക്യത്തിൽ ദാവീദ് പറയുന്നത്: എന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കരുതേ. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എന്നാൽ അകമേയുള്ള മനുഷ്യനെ ദിനം പ്രതി പുതുക്കിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന ആത്മീക ശക്തി ദൈവം നിങ്ങൾക്ക് തരും. പ്രായമാകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ആശയക്കുഴപ്പം എന്നത്. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ലോകത്തിൽ അതിശീഘ്രം നടക്കുന്ന മാറ്റങ്ങളുമായി നമുക്ക് ഒത്തുപോകാൻ സാധിച്ചു എന്ന് വരില്ല. പ്രായമാകുമ്പോൾ നാം ഇങ്ങനെ പറഞ്ഞേക്കും: എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ദൈവം പറയുന്നത് നോക്കൂ: വ്യാകുലപ്പെടേണ്ട, എന്നിൽ ആശ്രയിക്കൂ. ഞാൻ ഒരിക്കലും നിന്റെ ചിന്തകൾ കുഴപ്പത്തിലാക്കുവാൻ അനുവദിക്കില്ല. മൂന്നാമത്തെ പ്രശ്നം നാം ഭൂതകാലത്ത് ജീവിക്കുന്നു എന്നതാണ്. നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും: കഴിഞ്ഞു പോയ കാലം എത്ര നന്നായിരുന്നു. ഒരു പക്ഷെ പോയ കാലം വിചാരിക്കുന്ന അത്ര നന്നായിരുന്നിരിക്കില്ല. ദാവീദ് സമ്മതിക്കുന്നു: യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ദാവീദ് ഭാവിയിലായിരിക്കുന്നു ജീവിച്ചിരുന്നത്. ഭാവി നമുക്ക് എന്ത് കരുതി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ നമ്മുടെ ഭാവി ദൈവകരങ്ങളിലാണെന്ന് നമുക്കറിയാം. ഒടുവിൽ പരാതിപ്പെടുക എന്ന പ്രശ്നമുണ്ടാകാം. നമുക്ക് പ്രായമേകും തോറും പരാതിപ്പെടുവാൻ എത്ര എളുപ്പമാണ്. എന്നാൽ ദാവീദ് പറയുന്നത്: എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ അവൻ നമ്മുടെ ബലഹീനതയെയും ചിന്താക്കുഴപ്പത്തെയും എല്ലാം കരുതുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തെയും കരുതുന്നു. സ്തുതിയെ പരാതിക്ക് പകരം വയ്ക്കുന്നു. തന്മൂലം സന്തോഷത്തോടു കൂടി നാം വാർദ്ധക്യത്തിലേക്ക് നടക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട്. എന്നാൽ ഓരോ ഘട്ടത്തിലും ദൈവം നമ്മോട് കൂടെ പാർക്കുന്നു. വാർദ്ധക്യം എന്ന പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? ശരീരത്തിൻ്റെ ബലഹീനത, ചിന്താക്കുഴപ്പം, ഗതകാല സ്മരണകൾ, പരാതി പറയുവാനുള്ള തോന്നൽ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ ഭയത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക. ആമേൻ.